എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടല്ലോ സ്മൈൽ കറക്ഷനെ പറ്റിയിട്ട് ചോദിച്ചിട്ട്. ചിലർക്ക് ഇത് എത്ര കോസ്റ്റ് ആവുക, എത്ര ടൈം എടുക്കും, എത്ര സെറ്റിങ്ങിൽ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അതായത് സ്മൈൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്പെൻസ് പേഷ്യൻറ്റിൻ്റെ കൺസേൺ അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. ഒരു പേഷ്യൻറ്റിൻ്റെ കൺസേൺ ആയിരിക്കില്ല വേറൊരാൾക്ക്. അപ്പോൾ നമുക്ക് വെറുതെ അതൊരു ജസ്റ്റ് ഒരു എൻക്വയറിയിൽ തന്നെ ഇത് ഇത്ര കോസ്റ്റ് ആവും, അല്ലെങ്കിൽ ഇത്രയാണ്, കോമ്പോസിറ്റിന് ഇത്രയാണ്, വെനീറിന് ഇത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആദ്യം നമ്മൾ അറിയേണ്ടത് പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് ആ സ്മൈൽ ഡിസൈനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ശരിക്കുള്ള കൺസേൺ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരുടെ അപ്പോയിൻമെൻറ്റ് എത്ര വേണം, കോസ്റ്റ് എത്രയാവും എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ചിലരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടാവും അതെ, ഫോട്ടോസ് സ്ഥിരം നമുക്ക് കിട്ടുമല്ലോ. ഫോട്ടോസ് നമുക്ക് ശരിക്കും സ്മൈൽ ഡിസൈനിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് പേഷ്യൻസ് അയക്കുന്ന ഫോട്ടോസ് അല്ല, നമ്മൾ പ്രൊഫഷണലി എടുക്കുന്ന ഇൻട്രാ ഓറൽ, എക്സ്ട്രാ ഓറൽ, ഓരോ സൈഡിൻ്റെയും എല്ലാ ഫോട്ടോസും വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടാണ് സ്മൈൽ ഡിസൈനിങ് ചെയ്യുക. അതായത് നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഡിപ്പെൻസ് ഓൺ ദ ആൾക്കാർക്ക് വ്യത്യാസം വരുന്ന മാതിരി പേഷ്യൻസിൻ്റെ കൺസേണും സൈസും ഷേപ്പും എല്ലാം അതിൽ വ്യത്യാസം വരും. അപ്പം ഞാൻ ഇപ്പോൾ ഡോക്ടർക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആയിരിക്കില്ലല്ലോ വേറെ ആൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് ആ പേഷ്യൻറ്റിനെ നമുക്ക് കറക്റ്റ് കാണാതെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ജസ്റ്റ് നമുക്കൊരു വേഗമായിട്ടൊരു ഐഡിയ കൊടുക്കാൻ പറ്റും എന്നല്ലാതെ കറക്റ്റ് എത്രത്തോളം വേണം. സ്മൈൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കോമ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടോ വെറുതെ ഒരു വെനീർ ചെയ്തുകൊണ്ടോ ആവില്ല. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എക്സ്ട്രാ ഓറലി ഒരുപാട് ഫീച്ചേഴ്സും ലൈൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്മൈൽ ഡിസൈൻ ചെയ്യുക. ഓരോ ഫേസിനനുസരിച്ചാണ് അവരുടെ ടൂത്തിൻ്റെ ഷേപ്പും സൈസും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ ചിലർ ഗ്യാപ്പുള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതെങ്ങനെ അടയ്ക്കുന്നതിന് എത്ര ചാർജ് വരുന്നതൊക്കെ ചോദിച്ചിട്ട് വളരെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫോട്ടോ ആണ്. കൂടുതൽ പല്ലടയ്ക്കാൻ എത്രയാവും ആ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ പല്ലിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്തുകൊണ്ടാണ് ആ ഗ്യാപ്പ്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ പല്ലിൻ്റെ തന്നെ സൈസ് കുറയുന്ന കണ്ടീഷനുണ്ട്, അതായത് മൈക്രോഡോൺഷ്യ. പേഷ്യൻറ്റിൻ്റെ എക്സ്ട്രാ ഓറൽ ഫീച്ചേഴ്സ് എല്ലാം നല്ല സൈസിലും പല്ല് വളരെ ചെറുതുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർലൈനർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പല്ലിനെ എന്താ പറയുക ചേർത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗി മേ ബി കിട്ടില്ല. ആ കേസിൽ നമുക്ക് ഏറ്റവും ഭംഗി ഉണ്ടാവുക വെനീഴ്സ് ആയിരിക്കും. പക്ഷെ നമുക്ക് നേരെ മറിച്ച് ഫീച്ചേഴ്സും സൈസും എല്ലാം ഓക്കെയാണ്, പേഷ്യൻറ്റിന് ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ദാൻ എന്താ പറയുക വെനീറിനേക്കാളും ഏറ്റവും നന്നാവുക എലൈനർ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്യാപ്പിന് ഇത്രയാണെന്നൊന്നും നമുക്ക് ഒരു ഫോട്ടോ കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റില്ല. പേഷ്യൻറ്റിന് നമുക്ക് ഡെൻ്റൽ ചെയറിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല തരം എക്സാമിനേഷൻ ചെയ്ത് അവരുടെ കാസ്റ്റ് പോർ ചെയ്ത് എല്ലാം നോക്കിയിട്ടാണ് നമ്മളത് ഒരു സ്മൈൽ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എല്ലാവരും ചോദിക്കുന്നതാണ് പെട്ടെന്ന് പൊട്ടുമോ, ഇത് എത്ര കാലം നിൽക്കും, ഇതിന് വാറണ്ടി ഉണ്ടോ? അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കോമ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് കാലം കൊണ്ട് പല്ലിന് തേയ്മാനം ഉണ്ടാവും ബ്രഷിങ്ങിലൂടെ നമുക്കറിയാം. അതായത് ഇനാമലിൽ നിന്ന് ഏറ്റവും നമ്മുടെ ശരീരത്തിൽ കട്ടിയുള്ള ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അതുപോലും തേയുന്ന കണ്ടീഷൻ കാലം കൊണ്ട് സംഭവിക്കും. തീർച്ചയായിട്ടും നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന കോമ്പോസിറ്റ് ആണെങ്കിലും കാലം കൊണ്ട് ബ്രഷിങ്ങിലൂടെ അതിന് തേയ്മാനം ഉണ്ടാവാം. പിന്നെ തീർച്ചയായിട്ടും കോമ്പോസിറ്റിൻ്റെ മെയിൻ ഡിഫക്റ്റ് ഫോർ ദ ഇയേഴ്സ് അതിന് ഡിസ്കളറേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യണം. ഇനിയിപ്പോൾ വെനീറിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഏതൊരു സിറ്റുവേഷനിൽ പല്ല് പൊട്ടുന്നുവോ ആ സിറ്റുവേഷനിൽ വെനീറും പൊട്ടും. അത് വെനീർ വെച്ചതുകൊണ്ട് മാത്രം അത് എന്താ പറയുക ഒരിക്കലും ഇനി ഒന്നും നശിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പല്ല് പൊട്ടുന്ന ഏതൊരു സിറ്റുവേഷനിലും വെനീർ പൊട്ടും. അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രാക്ടീസ് ഫോളോ അപ്പ്, പിന്നെ അതിൻ്റെ ഒരു ടേക്ക് കെയർ ഒക്കെ നമ്മൾ പഠിക്കണം, അത് ചെയ്യണം. പിന്നെ കോമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യണം. എപ്പോഴെങ്കിലും ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഇൻഫോം ചെയ്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാനും പറ്റും. പൊതുവേ ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ഗ്യാപ്പ് അടയ്ക്കൽ മാത്രമാണ് സ്മൈൽ കറക്ഷൻ എന്നുള്ളത്. അപ്പോൾ അത് മാത്രമാണ് സ്മൈൽ കറക്ഷൻ. അതങ്ങനെ ഒരു ധാരണ ഉണ്ട്. അതായത് ജസ്റ്റ് ഒരു ഗ്യാപ്പ് അടിച്ചു കഴിഞ്ഞാൽ സ്മൈൽ ഡിസൈനിങ് ആയി കംപ്ലീറ്റ് ആയി. സ്മൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമ്മൾ നല്ലൊരു സ്മൈൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്താവണം? മേ ബി അത് അലൈനർ ആവാം, അല്ലെങ്കിൽ അലൈനറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അത് നമ്മൾ ഡിപ്പെൻസ് പേഷ്യൻ്റിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഡീപിഗ്മെൻറ്റേഷൻ ആവാം, ഗമ്മി സ്മൈലിനാണെങ്കിൽ ജിഞ്ചൈവെക്ടമി ആവാം. ചില കേസിൽ നമ്മൾ ആദ്യം ഓർത്തോ ചെയ്ത്, അതായത് അലൈനർ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇത് ജിഞ്ചൈവെക്ടമി ചെയ്യാം. ചിലപ്പോൾ ഒരു ബ്ലീച്ചിങ് ആവാം,
ചിലപ്പോൾ ജസ്റ്റ് സിമ്പിൾ ഒരു ഇനാമലോപ്ലാസ്റ്റി ആവാം. അപ്പോൾ അതൊരു ഇറ്റ്സ് നോട്ട് ഫുള്ളി റിലൈ ഓൺ വെനീർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്മൈൽ ഡിസൈനിങ് ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് മൾട്ടിപ്പിൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീനക്ടമി ആവാം, ജിഞ്ചവെക്ടമി ആവാം, ലേസർ ഡീപിഗ്മെൻറ്റേഷൻ ആവാം. അത് ഡിപ്പെൻസ് ആ പേഷ്യൻ്റെ മൊത്തം നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് ആണ് അവരുടെ ഒരു സ്മൈൽ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ സ്മൈൽ. ഹെൽത്തി എന്ന് പറയാൻ കാരണം എല്ലാ കേസിലും നമുക്ക് ചാടിക്കറി ഇത് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻറ്റിൻ്റെ ഓറൽ കണ്ടീഷൻ എങ്ങനെയാണ്, പെരിയോ അനാലിസിസ് വേണം. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്കൊരു ഒറ്റ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇത് നിൽക്കില്ല. ഇത് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ എല്ലാ ഫങ്ഷൻ നോക്കണം. പിന്നെ മോറോവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് കയറി ഇറങ്ങേണ്ടി വരും ഒരു നല്ലൊരു സ്മൈലിന്.